വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരം നൽകാതെ കെ.എസ്.ഇ.ബി. കബളിപ്പിച്ച സരളയുടെ കുടുംബം സമരം തുടങ്ങി. കെ.എസ്.ഇ.ബി. പള്ളിപ്പാട് സെക്ഷൻ ഓഫീസിന് മുന്നിലാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. 25 ലക്ഷം രൂപയും കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും നൽകാമെന്നായിരുന്നു കെ.എസ്.ഇ.ബിയുടെ വാഗ്ദാനം. 2025 ഒക്ടോബർ 12-നാണ് സരള വയലിലെ ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. അന്ന് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നേതൃത്വത്തിൽ കെ.എസ്.ഇ.ബി. പള്ളിപ്പാട് സെക്ഷൻ ഓഫീസിൽ വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് 25 ലക്ഷം രൂപയും കുടുംബത്തിന് ഒരാൾക്ക് ജോലിയും നൽകാമെന്ന് കെ.എസ്.ഇ.ബി. വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇതുവരെയും വാഗ്ദാനം നടപ്പാക്കാതെ കെ.എസ്.ഇ.ബി. കുടുംബത്തെ കബളിപ്പിച്ചു. ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തതിനെ തുടർന്നാണ് കുടുംബം സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കെ.എസ്.ഇ.ബി. പള്ളിപ്പാട് സെക്ഷൻ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കുടുംബത്തിന് നീതി കിട്ടുന്നതുവരെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് നാട്ടുകാരനായ അനിൽകുമാർ പറഞ്ഞു. ഈ പാവങ്ങളടുത്ത് കാണിക്കുന്ന ഈ അനാസ്ഥക്കെതിരെ ഇപ്പോൾ ഒരു ജനകീയ സമരം തന്നെ ഇവിടെ ഇപ്പോൾ ആദ്യം ഇവർ വീട്ടുകാർ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും കൂടെ ചേർന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അടിയന്തര സഹായമായി 1 ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് ഇതുവരെ നൽകിയത്. തീരുമാനമായില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെ നടത്തി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. മീഡിയ 1 ആലപ്പുഴ.